നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചതിനിടയിൽ വൈകാരിക രംഗങ്ങൾ സാക്ഷിയായി രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസാല. പരമോന്നത നേതാവിന്റെ ഭൗതികദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ഇറാനിയൻ നേതാക്കൾ. അലി ഖമനേയുടെ ഭൗതികദേഹം ഗ്രാൻഡ് മൊസാലത്തിലെത്തിയപ്പോൾ പൊതുദർശനത്തിന് എത്തിച്ചതോടുകൂടിയാണ് നേതാക്കൾ വികാരഭരിതരായി മാറിയത്. അലി ഖമനേയുടെ ഭൗതികദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരയുന്ന ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഇറാനിലും ഇറാഖിലുമായി ദിവസങ്ങൾ നീളുന്ന സംസ്കാര ചടങ്ങുകൾക്ക് ശനിയാഴ്ചയാണ് തുടക്കമായത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജി, ജുഡീഷ്യറി ചീഫ്സ് ഖോലാം ഹുസൈൻ മൊഹസെനി ഹെജി, അതുപോലെ തന്നെ എക്സ്പെൻഡൻസി കൗൺസിൽ ചെയർമാൻ അയത്തുള്ള സാദിഖ് അമോലി ലാരിജാനി തുടങ്ങിയ നേതാക്കൾ പരമോന്നത നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചു. 5 ദിവസം നീളുന്ന സംസ്കാര ചടങ്ങുകളിൽ 2 കോടിയോളം പേർ പങ്കെടുക്കുമെന്നാണ് ഇറാൻ അധികൃതർ കണക്കു കൂട്ടുന്നത്. തിങ്കളാഴ്ചയാണ് തലസ്ഥാന നഗരിയിലൂടെ വിലാപയാത്ര നടക്കുന്നത്. അതുവരെ മൃതദേഹം ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് ക്വാം, അതുപോലെ തന്നെ ബാഗ്ദാദ്, കാർബല്ല, നഷഫ് എന്നിവിടങ്ങളിലും ചടങ്ങുകൾ നടക്കും. ജൂലൈ 9 വടക്ക് കിഴക്കൻ ഇറാനിലെ നഗരമായ മഷ്ഹദിലെ ഇമാം റസ ആരാധനാലയത്തിലാണ് ഖബറടക്കം നടക്കുക. ഖമനേയുടെ ജന്മനാട് കൂടിയാണ് ഈ മഷ്ഹദ്. വിവിധ രാജ്യങ്ങളിലെ നേതാക്കൾ അലി ഖമനേയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഇറാനിലേക്ക് എത്തുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി, അർമേനിയ പ്രധാനമന്ത്രി, തജിക്കിസ്ഥാൻ പ്രസിഡന്റ് ഇമോമാലി റഫോൺ, അതുപോലെ തുർക്ക്മെനിസ്ഥാനിലെ ഗുർബാഗുലി എന്നിവർ, അതുപോലെ തന്നെ റഷ്യൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അറ്റ ഹസനൈനും വിദേശകാര്യ സഹമന്ത്രി പബിത്ര ബാർഗരിറ്റ എന്നിവർ അന്തിമോപചാരം അർപ്പിക്കും. കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ്, ജമ്മു കശ്മീർ PDP അധ്യക്ഷൻ മെഹബൂബ മുസ്തഫ്, അതുപോലെ തന്നെ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളും ഇറാനിൽ എത്തിച്ചേരുന്നുണ്ട്. ഫെബ്രുവരി 28 US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. അതേസമയം അയത്തുള്ള ഖമനേയുടെ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുസ്തഫ ഖമനേയി ചടങ്ങുകളിൽ പങ്കെടുക്കില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങളാലാണ് സ്വന്തം പിതാവിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ നിന്ന് മുസ്തഫ വിട്ടുനിൽക്കുന്നത്. ഇറാന്റെ മുന്നിൽ പരമാധികാരിയായ അയത്തുള്ള അലി ഖമനേയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങുകളിലാണ് മകൻ മുസ്തഫ പങ്കെടുക്കില്ല എന്ന് വ്യക്തമായത്. അതേസമയം പങ്കെടുക്കില്ല എന്ന വാർത്ത പരത്തിക്കൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ അവിടെ എത്താനുള്ള നീക്കമാണ് മുസ്തഫ നടത്താൻ പോകുന്നത്. വേഷം മാറി ആൾമാറാട്ടം നടത്തി മുസ്തഫ അവിടെ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ ANA-യോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രയേലിൽ നിന്നുള്ള വധഭീഷണിയും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളുമാണ് മുസ്തഫയെ ചടങ്ങിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. മുസ്തഫ പ്രത്യക്ഷപ്പെട്ടാൽ മൊസാദ് ലക്ഷ്യമിടുന്ന ഭയമാണ് ഇതിന് പിന്നിൽ. ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന പൊതുചടങ്ങിൽ മുസ്തഫ പ്രത്യക്ഷപ്പെടുന്നത് അതീവ അപകടകരമാണെന്നാണ് അയത്തുള്ള ഹക്കീം ഇലാഹി വ്യക്തമാക്കിയത്. കഴിഞ്ഞ 36 വർഷത്തോളമായി ഇറാന്റെ വക്താവായിരുന്ന അലി ഖമനേയി കഴിഞ്ഞ ഫെബ്രുവരി 28 കൊല്ലപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ബോംബാക്രമണം ആരംഭിച്ച അതേസമയം തന്നെയാണ് ഖമനേയുടെ അന്ത്യവും സംഭവിച്ചത്. ഇതോടെയാണ് മിഡിൽ ഈസ്റ്റിൽ വൻ യുദ്ധത്തിന് തിരികൊളുത്തിയത്. സാധാരണയായി ഇസ്ലാമിക ആചാരപ്രകാരം മൃതദേഹം 24 മണിക്കൂറിനുള്ളിൽ അടക്കം ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ രാജ്യത്ത് നിലനിൽക്കുന്ന അടിയന്തര യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോവുകയായിരുന്നു. ജൂലൈ 4 മുതൽ ടെഹ്റാനിൽ ആരംഭിക്കുന്ന വിലാപയാത്രകളും ചടങ്ങുകളും ജൂലൈ 9 അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിൽ അടക്കം ചെയ്യുന്നതോടുകൂടിയാണ് അവസാനിക്കുക. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നാണ് ഇറാൻ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അലി ഖമനേയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും വമ്പൻ നയതന്ത്ര പ്രതിനിധി സംഘമാണ് ഇറാനിലേക്ക് എത്തിയിരിക്കുന്നത്. ബീഹാർ ഗവർണർ ജനറൽ സയ്യിദ് ഹസനൈൻ, വിദേശകാര്യമന്ത്രി സഹമന്ത്രി കൂടിയായ പവിത്ര മാർഗരിറ്റ് എന്നിവരാണ് ഇന്ത്യൻ സംഘത്തിൽ ഉണ്ടാകുന്നത്. കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കശ്മീരിൽ നിന്നുള്ള PTP നേതാവ് മെഹബൂബ് മുഫ്തിയും 5 ഷിയ നേതാക്കളുമാണ് ഇറാൻ സംസ്കാര ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് നേരിട്ട് ക്ഷണിച്ചിരുന്നുവെങ്കിലും മോദി ചടങ്ങിൽ പങ്കെടുത്തില്ല. കഴിഞ്ഞ മാസം അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഇനിയും പുക അടങ്ങിയിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ ഒരു വാണിജ്യ കപ്പൽ പിടിച്ചെടുത്തതോടുകൂടി അമേരിക്കൻ സൈന്യം ഇറാന്റെ 10 സൈനിക താവളങ്ങൾ ബോംബിട്ട് തകർത്തിരുന്നു. ഇതിന് തിരിച്ചടിയായി കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ നേരെ ഇറാൻ ആക്രമണം നടത്തി.
എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണങ്ങൾക്ക് അല്പം ശമനമുണ്ട്. ദോഹയിൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥയിൽ നടന്ന ചർച്ചകളിൽ മികച്ച പുരോഗതിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനിടയിലാണ് ഇസ്രായേലിനെ പേടിച്ച പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ നിന്നും മകൻ മാറി നിൽക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത. അതേസമയം ആ ശവപ്പെട്ടിയുടെ കൂട്ടത്തിൽ ഒരൊറ്റ ശവപ്പെട്ടി മാത്രമല്ല ഉള്ളത്, 3-ൽ പരം ശവപ്പെട്ടികളുണ്ട്. കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങിൽ നൊമ്പരപ്പെടുത്തുന്നത് കൊച്ചുമകളുടെ ശവപേടകമാണ്. അമേരിക്ക ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന് 14 മാസം മാത്രം പ്രായമുള്ള കൊച്ചുമകൾ സഹറ മുഹമ്മദി ഖൊൽപായഗിനിയുടെ ശവപേടകമാണ് പ്രദർശനത്തിന് കൊണ്ടുവന്നത്. ഇറാന്റെ ദേശീയ പതാകയിൽ പൊതിഞ്ഞ ശവപ്പെട്ടി വെള്ളിയാഴ്ച ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശവപ്പെട്ടിക്കരികിൽ സഹറയുടെ ചിത്രവും വെച്ചിട്ടുണ്ട്. അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റ് ശവപ്പെട്ടികൾക്കൊപ്പമാണ് ഇത് പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങിൽ മുതിർന്ന രാഷ്ട്രീയ, സൈനിക, മത നേതാക്കളും ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശ പ്രതിനിധികളും ഒക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ടെഹ്റാനിൽ നിന്ന് ആരംഭിച്ച ഖമനേയുടെ സ്വന്തം നഗരമായ മഷ്ഹദയിൽ വെച്ച് വ്യാഴാഴ്ച സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കും. ഇറാനിലെ നഗരങ്ങളിലെങ്ങും ബാനറുകളും പതാകകളും വഹിച്ചുള്ള ദുഃഖാചരണമാണ് നടക്കുന്നത്. നഗരത്തിലെ ബോർഡുകളിൽ ഖമേനിയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഷിയ സംസ്കാര ചടങ്ങുകളിൽ സാധാരണയായി കാണാറുള്ള ഒരു ആചാരമനുസരിച്ച് പുരുഷന്മാർ കൂട്ടമായി നെഞ്ചിൽ തട്ടി ദുഃഖം പ്രകടിപ്പിച്ചു. 1989 അന്തരിച്ച സുപ്രീം നേതാവ് അയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ അംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ തലസ്ഥാനത്തെ തെരുവുകളിൽ പ്രവഹിക്കുന്നുവെന്ന് ഇറാൻ സർക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് ശേഷം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്ന്റെ മുതിർന്ന കമാൻഡ് ജനറൽ അഹമ്മദ് ഫഹിദി അതും വാർത്തയായിരുന്നു. ടെഹ്റാനിലെ അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളുടെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനറൽ അഹമ്മദ് ഫഹിദി പങ്കെടുത്തത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ തന്നെ ഇറാനു നേരെ അമേരിക്കയും ഇസ്രയേലും യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് IRGCയുടെ മുതിർന്ന കമാൻഡറായ മുഹമ്മദ് ഫാഹിദി പൊതുവേദിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഫെബ്രുവരി 8 ശേഷം അദ്ദേഹം ഒരിടത്തും വന്നിരുന്നില്ല. യുദ്ധം രൂക്ഷമായതിന് പിന്നാലെ അഹമ്മദ് വാഹിദിയെ കുറിച്ച് പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാന്റെ ശക്തമായ നിലപാടുകൾ ആസൂത്രണം ചെയ്യുന്നതിന് പിന്നിൽ വാഹിദിക്ക് സുപ്രധാന പങ്കുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമനേയുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നവരിൽ ഏറ്റവും പ്രധാനിയാണ് വാഹിദി എന്നും പറയപ്പെടുന്നുണ്ട്. മാസങ്ങളോളം പൊതുവേദികളിലൊന്നും വാഹിദിയെ കാണാതിരുന്നതോടുകൂടിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിച്ചത്. എന്നാൽ അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാനിൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയായിരുന്നു. അലി ഖമനേയുടെ ഭൗതിക ശരീരത്തിന് അരികിൽ വാഹിദി ഏറെ ദുഃഖത്തോടുകൂടി ഇരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ശനിയാഴ്ച മുതലാണ് അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ, അതായത് ഇന്ന് അല്പസമയം മുൻപാണ് ആരംഭിച്ചു തുടങ്ങിയത്. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിലെ പൊതുദർശനത്തിന് ശേഷം ഇറാനിലെയും ഇറാഖിലെയും പുണ്യ നഗരങ്ങളിലൂടെ വിലാപയാത്ര കടന്നുപോകും. ജൂലൈ 9 മഷാദിലാണ് ഖബറടക്കം.